एफिसियों का पुस्तक तो 5वां अध्याय का 16वां वाक्य में അതില് 5:16 വായിക്കുന്നത് മലയാളത്തിൽ വായിക്കാമോ? അതെ, സമാധാന സുവിശേഷം ഇത് ദുഷ്കാലമാകയാൽ 5:16 എഫേസ്യർ 5:16 അതെ അതെ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. മതി. 16 और 17 में लिखा है, और अवसर को बहुमूल्य समझो क्योंकि दिन बुरे हैं, इस कारण निर्बुद्धि ना हो पर धन्य से समझो कि प्रभु की इच्छा क्या है. ഇവിടെ സമയത്തെ വീണ്ടുകൊള്ളാനാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. पौलुस अपोस्तल हमको कहता है कि समय को बहुमूल्य समझो. യെസ്. അപ്പോ ഇവിടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ള വിഷയം നമ്മളുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. हम ये समय बहुमूल्य समझ के हर एक समय को सही रीति से कितने बार उपयोग किए हैं. കാരണം ഇതിന്റെ കാരണം താൻ പറയുന്നത് ദുഷ്കാലമാകയാൽ, क्योंकि ये दिन बुरे हैं. അതുകൊണ്ട് നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ, ഇത് ഒരു അവിശ്വാസിയോടല്ല, ഇത് എപ്പോഴും വിശ്വാസിയോട് തന്നെയാണ് ഈ ലേഖനങ്ങളൊക്കെ. അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യർ എന്തുകൊണ്ട് അവരുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല? അവര് രക്ഷിക്കപ്പെടാത്തവരായതുകൊണ്ട് അവർ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, പിന്നെ അവർ മരിക്കുന്നു. അവർക്ക് സമയത്തെ വീണ്ടുകൊള്ളുവാനുള്ള ഉപദേശമോ അവർക്ക് അതിന്റെ ആവശ്യകതയില്ല. കാരണം അവരുടെ ജീവിതം, അന്ത്യാഭിലാഷമൊക്കെയും ഇവിടം കൊണ്ട് തീരുന്നു. और ये बात विश्वासियों को कहा है और अविश्वासियों को क्यों नहीं कहा है? क्योंकि संसार में देखा जाए तो कोई भी समय को बहुमूल्य नहीं समझते, क्योंकि उनके अंदर जो जीवन आया है वो कभी भी समय का सही उपयोग वो लोग कर नहीं सकते. സഹോദരങ്ങളെ, നമ്മളെ വേറൊരു യുഗത്തിനായിട്ട് നമ്മളെ ദൈവം മുൻനിയമിച്ചിരിക്കുകയാണ്. भाइयों, हमें एक नया युग के लिए परमेश्वर ने पहले से नियुक्त करके रखा है. യെസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു അടിത്തറ പാകാൻ വേണ്ടി പൗലോസ് ഉപദേശിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സമയം വേണ്ടുമ്പോഴും ഉപയോഗിക്കണം, തക്കത്തിൽ ഉപയോഗിക്കണം. और अभी से ही हमें इस चीज में दृढ़ रहने के लिए पौलुस कह रहा है कि हमें अपना समय को बहुमूल्य समझना है. കാരണം ഈ സമയത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. क्योंकि ये समय को परमेश्वर ने बनाया है. പലരും, പല ഏത്തിസ്റ്റും സംസാരിക്കുന്നത്, നിരീശ്വരവാദികളൊക്കെയും പറയുന്നത് അവരാണ് സമയത്തെ, മനുഷ്യരാണ് സമയത്തെ ഉണ്ടാക്കിയത്. ക്ലോക്കാണ് ആദ്യം, ക്ലോക്കിലൂടെയാണ് നമ്മൾ സമയത്തെ മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് നിഴലുകൾ കണ്ടിട്ടൊക്കെ ആയിരുന്നു സമയം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഈ രീതിയിൽ മനുഷ്യരുടെ ഒരു കോൺസെപ്റ്റിൽ വന്ന ഒരു കാര്യമാണ് സമയമെന്ന് നിരീശ്വരവാദികൾ പറയാൻ. जो परमेश्वर पर विश्वास नहीं करने वाले लोग क्या कहते हैं कि समय को मनुष्य ने बनाया है और समय को मनुष्य ने खोजा है. और जब ये क्लॉक सब बनाने से पहले भी लोग परछाई को देख के समय निश्चय करते थे. എന്നാൽ സമയം വളരെയധികം ദൈവം സൃഷ്ടിച്ചതിനൊരു വളരെയധികം പ്രധാനമായ ഒരു കാരണമുണ്ട്. पर परमेश्वर ने जब समय को बनाया उसको एक प्रधान कारण था. കാരണം ഈ സമയം പിന്നെ നിത്യതയിലില്ല. क्योंकि ये समय अभी अनंतता में नहीं रहेगा. ഈ സമയം നമ്മുടെ ഈ 60, 70, 80 കൊല്ലം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലൈഫ് സ്പാനിൽ മാത്രം ഒതുങ്ങുന്നതാണ്. और ये 60, 70, 80 साल हम जी रहे, ये साल इतने साल में ही हम समय को अनुभव करेंगे. കാരണം എന്തുകൊണ്ടാ സമയം നിത്യതയിൽ ഇല്ലാത്തത്? ये अनंतता में समय क्यों नहीं है? നിത്യതേനെ സമയത്തിനുള്ളിൽ ഒതുക്കാൻ കഴിയുകയില്ല. क्योंकि ये अनंतता में समय को रख नहीं सकते, समय को इंक्लूड नहीं कर सकते. समय के अंदर अनंत काल को हम सीमित नहीं कर सकते. हाँ, समय को सीमित नहीं कर सकते अनंत काल में. तो അതുകൊണ്ട് ഈ നിത്യത
നിത്യതയിൽ നമ്മൾ നിത്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമയത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ശുഷ്കാന്തിയോടെ ഈ ലോകത്തിൽ ജീവിതം കഴിയും. हम अनंतता को देखकर अगर हम ये समय को देखेंगे तभी हम ये समय को बहुत बहुमूल्य समझेंगे इस जीवन में. കാരണം ഇവിടെ അപ്പോസ്തലൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സമയമുള്ളത് ഈ ലോകം, ഈ ഒരു ദിവസങ്ങൾ ദുഷ്കാലമാണ്. അനന്തകാലത്തിൽ, അതായത് നിത്യതയിൽ ഒരു ദിവസം പോലും ദുഷ്കാലമല്ല. അവിടെ എല്ലാ ദിവസവും നീതിയാണ്, എല്ലാ ദിവസവും ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ദൈവമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും രചയിതാവും നിയന്ത്രിക്കുന്നവരും. അതുകൊണ്ട് അവിടെ സമയത്തിന്റെ ആവശ്യകതയില്ല. हम ये वाक्य को हम देखें तो पौलुस कहता है कि समय को बहुमूल्य समझो, अवसर को बहुमूल्य समझो, क्योंकि दिन बुरे हैं. और अनंतता में हम देखेंगे तब उधर दिन कभी भी बुरा नहीं है, उधर कभी भी अशुद्धता वो दिन में नहीं रहेगा, क्योंकि परमेश्वर है जो उधर अधिकार जताता है, परमेश्वर है उस समय का ज्योति. इसलिए अनंतता में हम कभी भी दिनों को बुरा नहीं समझते. കാരണം കർത്താവ് എപ്പോഴും ആ കാര്യങ്ങളെ കുറിച്ച് സംബോധന ചെയ്യുമ്പോൾ, വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് സംബോധന ചെയ്യുമ്പോൾ, നമ്മൾ അനേക വചന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ദിവസം ദ ഡേ ഓഫ് ദ ലോർഡ്, ഇങ്ങനെയാണ് ദൈവവചനം മുഴുവനും സംബോധന ചെയ്യുന്നത്. और जब हम परमेश्वर का वचन को देखते हैं, उस समय को जो भी परमेश्वर का आगमन के बारे में हमेशा जब भी लिखा है, उसमें ऐसा लिखा है कि परमेश्वर का दिन आएगा, परमेश्वर का दिन, वो दिन करके लिखा है. കാരണം ഇവിടെ നമ്മള് പഴയ നിയമത്തിൽ ഞാൻ എടുക്കുന്നില്ല സമയക്കുറവ് കാരണം ഇവിടെ പഴയ നിയമത്തിൽ നമ്മള് സഭാപ്രസംഗിയില് ആ പ്രചാരകൻ, ആ പ്രാസംഗികൻ പറയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ സമയത്തിനുള്ളിലാണ് ഈ സൂര്യന് കീഴെ സമയം ഇരിക്കുന്നത് കൊണ്ട് ഇത് എല്ലാം മായയാണ് താൻ മനസ്സിലാക്കി. और पुराने नियम में सभोपदेश में ऐसा लिखा है, उसमें वो कह रहा है कि जो भी सूर्य के नीचे है, सूर्य के नीचे क्या है, सूर्य के नीचे समय है, ये जो भी सूर्य के नीचे है वो सब माया है करके लिखा है. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ദൈവത്തിന്റെ ജനം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മളുടെ ഒരു കടമയാണ് നമ്മൾ സമയത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്. और हम परमेश्वर के बच्चे, हम नए जन्म पाने के वजह से हम परमेश्वर के बच्चे हैं, इसलिए हमें क्या करना है, इस समय को, इस अवसर को बहुत बहुमूल्य समझना है. ഈ ദുഷ്ടകാലത്തിൽ, ഈ ദുഷ്ട ലോകത്തിൽ നിന്നും നമ്മളെ പ്രത്യേക ദൈവം വേർതിരിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിനായിട്ടാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സമയമാണ് യഥാർത്ഥ ശത്രു. കാരണം സമയം ആർക്കു വേണ്ടിയും നിൽക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലേലും സമയം ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട്, സമയം ആർക്കു വേണ്ടി നിൽക്കാത്തത് കൊണ്ട്, ആക്ച്വൽ ആയിട്ടുള്ള ശത്രു, യഥാർത്ഥ ശത്രു നമ്മുടെ സമയമായതുകൊണ്ട് ഈ സമയത്തെ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ, अगर हम इस समय को ठीक से कैसे इस्तेमाल करेंगे, क्योंकि समय हमारा सबसे बड़ा शत्रु है, क्योंकि समय किसी व्यक्ति के लिए रुकता नहीं है. हम जो परमेश्वर के बच्चे, परमेश्वर के लिए खरीदे गए हैं, हमें इसको बहुत बहुमूल्य तरीके से उपयोग करना है. കാരണം സഹോദരങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ അനേക സമയങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ട് എനിക്ക് വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. मुझे ये वचन पढ़ने के बाद मुझे समझ में आया कि मैं बहुत समय को नष्ट किया हूँ. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, നമ്മളോട് ദൈവം സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മൾ പേഷ്യൻസ് ആയിട്ട് അവിടെ ഇരിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. हमारे जीवन में ऐसा बहुत बार हो चुका है कि जब हम परमेश्वर की उपस्थिति में आते हैं, पर परमेश्वर को बहुत सारी चीज हमसे बात करना होता है, हमें प्रकट करना होता है, पर हम क्या करते हैं, हम जल्दी वो उपस्थिति से हट जाते हैं, हम उधर रुकते नहीं है, इसलिए वो समय को हम पाबंदी डालते हैं. इसलिए ऐसा बहुत बार मेरे जीवन में हुआ है. എന്നാൽ നമ്മൾ അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ വളരെ താഴ്മയോടെ ആ ക്രൂശിനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ക്രൂശിലുള്ള
ആ വലിയ നന്മകളും അതിന്റെ ബ്ലെസ്സിങ്സും പുതിയ നിയമത്തിലൂടെ കർത്താവ് നമുക്ക് കാണിക്കാൻ ആഗ്രഹിക്കുക. हम जब परमेश्वर की उपस्थिति में आकर वो क्रूस का मनन करते हैं तो परमेश्वर हमें वो क्रूस का वो प्रकटीकरण देना चाहता है और वो देगा. കാരണം കർത്താവായ യേശുക്രിസ്തു ഇതിനോട് ജസ്റ്റ് കോട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. സമയത്തിന് പരിമിതിയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം നടന്നതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 4:4 കാലസമ്പൂർണത തികഞ്ഞപ്പോൾ എന്നുള്ള വാക്ക് നമ്മൾ വായിക്കും. गलातियों 4:4 में जब हम पढ़ते हैं तभी यीशु मसीह मनुष्य बनकर आया तो ये समय का सीमा में आया. इसलिए हम उसमें पढ़ते हैं कि जब काल का संपूर्णता हुआ. സമയത്തിന്റെ 4:4 വായിക്കാവോ? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചതായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. മാത്രമല്ല ഇവിടെ കാലസമ്പൂർണത വന്നപ്പോൾ എന്നുള്ള ഒരു പദം ഇവിടെ ഫുൾനെസ് ഓഫ് ടൈം. परंतु जब समय पूरा हुआ तो परमेश्वर ने अपने पुत्र को भेजा जो स्त्री से जन्मा और व्यवस्था के अधीन उत्पन्न हुआ. ये हम देखते हैं परंतु जब समय पूरा हुआ तब. കാരണം ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം എല്ലാം നിവർത്തിക്കപ്പെടുന്നതിന് അതിൻ്റെതായ ഒരു സമയത്തിലാണ്. परमेश्वर का इच्छा एक एक समय में पूरा होता है. നമ്മൾ പെട്ടെന്ന് ഇപ്പം തന്നെ സംഭവിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളും ഇപ്പോൾ തന്നെ എല്ലാം ചെയ്തു തരണം എന്നുള്ള ഒരു ആവശ്യബോധത്തോടും നമ്മൾ വരുന്നത് കൊണ്ടാണ് പല കാര്യത്തിലും ദൈവം നമ്മളോട് സംസാരിക്കാൻ മടിക്കുന്നത്. और हम क्या करते हैं, हम हमेशा परमेश्वर की उपस्थिति में आके मुझे यही समय में ये सब चीज चाहिए करके हम मांग करते हैं तभी. पर इसीलिए हमें परमेश्वर बहुत अनेक चीज प्रकट नहीं करता. കാരണം നമ്മൾ അല്പസമയം വളരെ ശാന്തമായിട്ടിരുന്ന് കർത്താവെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിനേക്കാൾ കർത്താവിനോട് സംസാരിക്കണം എന്നുള്ള ആവശ്യബോധത്തിൽ നമ്മൾ അവന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മൾക്ക് ദൈവം വചനം വെളിപ്പെടുത്തും, നമുക്കതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരും. और जब हम परमेश्वर की उपस्थिति में आते समय हमारे हृदय में ऐसा मनोभावना होना चाहिए कि परमेश्वर मैं ना बात करते हुए पर तू बात करे मेरे से और तू अपना हृदय को प्रकट करे. ऐसा मनोभावना से आएगा तो परमेश्वर जरूर हमें परमेश्वर का हृदय को खोलेगा और हमें बहुत सारे चीज प्रकट करेगा. കാരണം ദൈവം നമ്മുടെ നമ്മൾ അങ്ങനെ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവൻ ചോദിക്കുന്ന ആവശ്യബോധത്തിൽ എന്തെങ്കിലും നിഷ്കളങ്കത്വം ഉണ്ടോ അതോ ജസ്റ്റ് ചോദിച്ചിട്ട് അങ്ങ് പോവുകയാണോ എന്നുള്ള കാര്യം. കാരണം ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ പരിശോധിക്കുന്നവനാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ വെറുതെ പറയുന്നതാണോ അതോ ആവശ്യബോധത്തോടു കൂടി പറയുന്നതാണോ എന്നുള്ള കാര്യം ദൈവം പരിശോധിക്കുന്നു. हम जब परमेश्वर की उपस्थिति में आके बात करते तभी हम परमेश्वर ये परखता है कि ये जो व्यक्ति सच्चा हृदय से बात कर रहा है, सच्चा हृदय से मांग कर रहा है कि नहीं, ये परमेश्वर परखता है. കാരണം ദൈവം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ജനിച്ചത്. क्योंकि हम कितने सालों बाद हम जन्म लिए हैं. ഞാൻ ചിന്തിക്കുകയായിരുന്നു 6000 വർഷങ്ങളായി ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ദൈവം നമ്മുടെ ഒക്കെയും ജനനത്തിനായി ദൈവം കാത്തിരിക്കുകയായിരുന്നു. मैं सोच रहा था कि ये भूमि ये पृथ्वी बनाकर 6000 साल होने के बाद भी परमेश्वर मेरा जन्म के लिए वेट कर रहा था, इंतजार कर रहा था. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ये इस संसार का स्थापना से पहले हमें मसीह यीशु में चुन के रखा है. ये वाक्य कितना हम आशीषित है. കാരണം ആ വചനത്തിലൂടെ ദൈവം നമ്മളെ അന്നേ കണ്ടു എന്നതിന്റെ നമ്മൾക്കത് ബോധ്യമാകുന്നത് നമ്മൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ജനിച്ചു, അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കർത്താവിനെ അറിയുന്നു. എന്നാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ഈ സത്യമൊക്കെ മനസ്സിലാക്കുന്നത്.
हाँ, तभी हमें समझना है कि हमें ये वचन से हमें क्या समझ में आता है कि हमें इस संसार के स्थापना से पहले परमेश्वर ने देखा, फिर कितने सालों बाद मैं जन्म लिया, फिर कितने सालों बाद मैं नया जन्म लिया, फिर कितने सालों बाद मैं सच को जाना। ये सब हमें देखना है। ഇത്രയും സമയം കർത്താവ് നമ്മൾക്ക് വേണ്ടി ഇത്രയും പേഷ്യന്റ്ലി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെങ്കിൽ ആണോ സഹോദരങ്ങളെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നമ്മൾക്ക് മടി? अगर इतने शांति से परमेश्वर ये सब चीजों के पूर्तिकरण के लिए परमेश्वर ने इंतजार किया, तो मैं परमेश्वर की उपस्थिति में थोड़ी देर और मैं नहीं रुक सकता हूँ क्या? കാരണം നമ്മള് എത്രമാത്രം ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ആഗ്രഹം ഇരിക്കുന്നു എന്നത് ദൈവം വളരെയധികം നമ്മളെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. क्योंकि ये कार्य में परमेश्वर हमारे हृदय को परखता है कि हम कितना आग्रह से, कितना सच्चा हृदय से हम आ रहे हैं। നമ്മള് ഒന്ന് കൊരിന്ത്യർ 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ दूसरा कोरिन्थियों उसका 5वां अध्याय में അതിന്റെ 8-9 വായിച്ചാൽ 8 और 9 पढ़ेंगे तो ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. യെസ്, ഇവിടെ പൗലോസ് 2 വലിയ സമയത്തെ കുറിച്ച് പറയുകയാണ്. इसलिए हम ढरस बांधे रहते हैं और देह से अलग होकर प्रभु के स्थान प्रभु के साथ रहना और भी उत्तम समझते हैं। इस कारण हमारे मन की उमंग यही है कि चाहे साथ रहे चाहे अलग रहे, पर हम उसे बातें रहे. ഓക്കെ, സോ ഇവിടെ നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതവും നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തെയും രണ്ടിനെയും ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കമ്പയർ ചെയ്യുക. हम इस संसार में जीने वाला जीवन और हम स्वर्ग में जाने के बाद जो जीने वाले जीवन, तो ये दोनों जीवन को पौलुस कंपेयर कर रहा है. പൗലോസ് വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇതെല്ലാം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടും. पौलुस कह रहा है कि मैं ये सब छोड़कर परमेश्वर के साथ रहना अधिक उत्तम समझता हूँ. കാരണം പക്ഷെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. और मैं यहाँ हूँ वो तुम्हारे लिए. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? ഇവിടെ കണ്ടോ, അപ്പോസ്തലൻ പറയുകയാണ്, വി മേ ബി അക്സെപ്റ്റഡ് ഓഫ് ഹിം. കർത്താവ് നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്നതാണ് അപ്പോസ്തലന്റെ എപ്പോഴും ചിന്ത. पौलुस का क्या चिंता क्या था कि इस संसार में मैं जब जीते समय हम परमेश्वर के सामने हम स्वीकारा जाए. ഇവിടെ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളും നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നതും കർത്താവിന് അത് അക്സെപ്റ്റഡ് ആവുന്നുണ്ടോ, കർത്താവിന് അത് പ്രസാദമാവുന്നുണ്ടോ എന്നൊക്കെയും നമ്മൾ നോക്കാറുണ്ടോ? और हम इस संसार में जीते समय हम उससे स्वीकारा जाए, उससे बातें रहे, ये हम सोचते हैं क्या? കാരണം നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഒക്കെയും കർത്താവ് നമ്മളെ പ്രത്യേകാൽ അവന്റെ ദൃഷ്ടി വെച്ച് നമ്മളെ നോക്കുന്നുണ്ട്. क्योंकि हम कुछ भी करते समय में भी परमेश्वर अपना दृष्टि से हमें देखते रहता है. കാരണം നമ്മൾ വളരെ സ്പെഷ്യൽ ആൾക്കാരായതുകൊണ്ട് നമ്മളെ ദൈവം വളരെയധികം മാനിക്കുന്നത്, സ്പെഷ്യൽ ആയിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ കാണുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനത്തെ ഓർക്കുമ്പോൾ നമ്മളുടെ ആ പൊസിഷനെ ദൈവം ഇവിടെ വെച്ച് കാണുക, നമ്മൾ എന്തിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് ഒക്കെയും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിളിയെ ഉറപ്പാക്കണം. കാരണം നിങ്ങൾ ഏതിനായിട്ടാ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇവിടെ സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിക്കും. क्योंकि जब परमेश्वर अपने दृष्टि से हमें देखता है, वो हमें जिस बुलावट से बुलाया है उस तरीके से देखता है. इसलिए पौलुस कहता है कि तुम अपना बुलावट को दृढ़ करो, क्योंकि
हम जब समझेंगे कि हम किस बुलावट के लिए हमें बुलाया गया है, तो हम इस संसार में उसी तरह हम जिएंगे, उसी बुलावट के अनुसार हम जिएंगे। സഹോദരങ്ങളെ, നമ്മൾക്ക് ഇവിടെ വേറൊരു സഹോദരനെ കണ്ട് മോട്ടിവേഷൻ പ്രാപിക്കണോന്നല്ല ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. पौलुस इधर ये नहीं कह रहा है कि हम दूसरा भाइयों को देखकर मोटिवेट हो जाए. നമ്മള് ചില സഹോദരന്മാരുടെ പുസ്തകങ്ങളും ആ സഹോദരങ്ങളുടെ ജീവചരിത്രം ഒക്കെയും വായിക്കുമ്പോൾ നമ്മൾ വളരെയധികം അവർ ഏത് നിലയിൽ കർത്താവിനെ അവർ അറിഞ്ഞു, കർത്താവിനെ അവർ ആസ്വദിച്ചു എന്നൊക്കെയും നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അവരെ പോലെ കർത്താവിനെ സേവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം നമ്മൾക്ക് വരണം. क्योंकि हम जब दूसरा भाइयों का पुस्तक पढ़ते हैं, तभी हम हमारे हृदय में ये चिंता आता ही है कि हम उस भाई जैसा क्यों नहीं जी रहे, उस समय उस भाई जैसा परमेश्वर को सेवा क्यों नहीं कर रहे. ये सब चीज हमारे हृदय में आते रहता है. ഞാൻ ഈ ഇടയ്ക്ക് DL മൂടി എന്ന് പറഞ്ഞൊരു സഹോദരന്റെ ഡോക്യുമെന്ററി കാണുവാൻ ഇടയായി. मैं ये हफ्ता DL मूडी भाई नामक भाई का डॉक्यूमेंट्री देखा. എന്നാൽ ആ സഹോദരന്റെ ഒന്നും ഞാൻ അധികം പറയുന്നില്ല. എന്നാൽ ഒരു ഭാഗം എന്നെ വളരെയധികം സ്പർശിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. मुझे वो भाई का वो डॉक्यूमेंट्री में एक भाग जो मुझे बहुत छुआ, वो मैं शेयर करना चाहता हूँ. താൻ പണിത വലിയ ഹാളുകളും താൻ പണിത ആ ഒരു വലിയ കാര്യങ്ങളൊക്കെയും ചിക്കാഗോയിൽ താൻ പണിതത് എല്ലാം ഒരു നിമിഷം കൊണ്ട് കത്തി എരിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും അവിടെ ഈ സഹോദരന്റെ നിലവാരം എങ്ങനെയാണെന്ന് തന്റെ കൂടെയുള്ള സഹോദരന്മാരൊക്കെയും നോക്കാനിടയായി. जब DL मूडी ने जो भी हॉल जो भी कुछ शिकागो में बांधा था, वो सब जल गया. तो DL मूडी के साथ जो भाई लोग हैं, वो ये भाई का कैसा रिएक्शन है, ये भाई का कैसा अवस्था है, ये उनको देखने का मौका मिला. ഈ സഹോദരൻ വളരെയധികം ആ സഹോദരന്റെ മുഖത്ത് ഒരു രീതിയിലുമുള്ള വിഷമമോ ദുഃഖമോ ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ആ സാഹചര്യത്തിൽ നേരിടുന്നത് കണ്ടിട്ട് അവർക്ക് അതിശയം തോന്നി. और जो भाई लोग जो DL मूडी के एकदम करीब है, वो DL मूडी को देखे तो DL मूडी एकदम आनंदित है, एकदम खुश है परमेश्वर में. ये देखने के बाद उनको बहुत आश्चर्य हुआ. കാരണം ആ സ്ഥലത്ത് നിൽക്കേണ്ട, വേറൊരു സ്ഥലത്ത് തന്നെ ശുശ്രൂഷിക്കാൻ പോണമെന്ന് ദൈവം പറഞ്ഞിട്ടും DL മൂഡിക്ക് ഇവിടെ പല ശുശ്രൂഷകളും ഉണ്ട് എന്ന് താൻ കണ്ടതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ മടിച്ചതുകൊണ്ട് ദൈവം അവിടെ ആ കാര്യം അങ്ങനെ ചെയ്തതായി. क्योंकि परमेश्वर ने DL मूडी के हृदय में बोला था कि तू ये स्थान, ये जगह छोड़ के दूसरे जगह पे सेवा के लिए जाओ. ये बोलने के बाद भी DL मूडी सोच रहा था कि ये स्थान पे मेरा जो सेवा है वो रुक जाएगा, कैसा होएगा. ये सब सोचते समय में ये आग आया, ये उसमें उसका सारा चीज चले गया. ये सब देखा तो DL मूडी को और अधिक आनंद हुआ कि अभी मैं परमेश्वर का सेवा दूसरे जगह कर सकता हूँ. ഈ സഹോദരൻ വേഗം ഓടിപ്പോയി വേറെ സഹോദരന്മാരുടെ വീടുകൾ കാരണം പുള്ളിക്ക് വീടില്ലല്ലോ, പുള്ളിയുടെ എല്ലാം കത്തിച്ചാമ്പലായി. പുള്ളി ഒരു മുറി അന്വേഷിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? अभी DL मूडी हर एक दूसरे भाई बहनों के पास जाकर एक रूम ढूंढ रहा है, क्योंकि उसका खुद का सारा प्रॉपर्टी सब जल गया. इसीलिए वो दूसरा भाई के पास जाकर एक रूम ढूंढ रहा है. वो क्यों है मालूम? താൻ റൂം അന്വേഷിക്കുന്നത് അവിടെ താമസിക്കുവാനോ സുഖമായിട്ട് വസിക്കുവാനോ ഒന്നും അല്ല. वो रूम क्यों ढूंढ रहा है? उधर रहकर उधर अच्छे से रहने का है, ये आग्रह से नहीं ढूंढ रहा है. താൻ ഏതോ ഒരു സഹോദരന്റെ വീട്ടിൽ പോയിട്ട് ആ വാതിലെ മുട്ടിയിട്ട് പറയാം, എനിക്കൊരു മുറി തരുമോ? वो एक भाई के घर पे जाकर उनका दरवाजा खटखटाकर बोला कि मुझे एक रूम चाहिए. കാരണം ആ സഹോദരൻ വാതിൽ തുറന്ന് മുറി കൊടുത്തു. പെട്ടെന്ന് തന്നെ ആ മുറിയിലേക്ക് കിടന്ന് വാതിലടച്ച് താൻ തന്റെ ദൈവവുമായിട്ട് വളരെ ആത്മീക ബന്ധത്തിൽ വളരെ പേഴ്സണൽ ആയിട്ട് ആ ഒരു സന്ദർഭം താൻ ഉപയോഗിച്ചത് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. मैंने ध्यान दिया, जब भी वो DL मूडी वो भाई से रूम मांगा और जब भी वो भाई ने रूम दिया, वो फटाक से रूम में जाके दरवाजा बंद कर वो परमेश्वर के उपस्थिति में चले गया. वो परमेश्वर से बात करने लग गया.
അവിടെ ആ വീട്ടിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു, അവിടെ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു എന്ന് ആ വീട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തി. और वो घर वाले जिसका घर था उन्होंने गवाही दिया कि उधर परमेश्वर का एक ज्योति आया, उधर परमेश्वर का ग्लोरी आ गया. ഇത് ഞാൻ വായിച്ചപ്പോൾ, ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ദൈവത്തിന്റെ ഭക്തന്മാർ അവർ സമയം മുഴുവനും അല്പസമയമെങ്കിലും കിട്ടിയാൽ അവർ കർത്താവിന് വേണ്ടി അവർ ശോഭിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു അംബിഷൻ കൊണ്ട് മാത്രം ജീവിച്ചവർ. और तभी मुझे समझ में आया उस समय के भाइयों को थोड़ा भी समय मिला तो जल्दी से परमेश्वर के उपस्थिति में बैठना है, परमेश्वर के लिए काम करना है, परमेश्वर के लिए चमकना है, ये आग्रह से चलते थे. നമ്മുടെ ഈ ലോകത്തിലെ ഏതൊരു നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ജോലിയോ ഒന്നും നമ്മുടെ എംബിഷൻസ് ആകരുത്. നമ്മുടെ എംബിഷൻ എന്നെ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്സും ഞാൻ വെക്കുന്നത്, എന്റെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമാണോ എന്നൊക്കെയും നമ്മൾ സഹോദരങ്ങളെ പരിശോധിക്കണം. हाँ, हमें इस संसार में जीते समय हमारा पढ़ाई, हमारा काम, नौकरी, ये सब को नहीं, पर हमारा चाल चलन परमेश्वर के उपस्थिति में स्वीकारा गया है कि नहीं, परमेश्वर के साथ हम चल रहे हैं कि नहीं, ये हमें देखना है. हेलो, കേക്കാവോ? हाँ കേൾക്കാം. ഓക്കെ. പക്ഷെങ്കിൽ നമ്മള് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഞാൻ എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ളൊരു അംബിഷൻ, എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലായിരിക്കണം. और हम इस संसार में जीते समय में हम कैसे परमेश्वर को प्रसन्न करें, हम कैसे परमेश्वर के लिए उपयोगी होए, ये सोचना है. കാരണം डी.एल. മൂഡി ജോർജ് മുള്ളറിനെ കണ്ടപ്പോൾ, और जब डी.एल. मूडी और जॉर्ज मुलर भाई को देखते समय डी.एल. മൂഡി വലിയ കാര്യത്തിൽ डी.एल. മൂഡി പറയുക, ഞാൻ ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഇങ്ങനത്തെ ഞാൻ വലിയൊരു ഹോൾ പണിതു, അവിടെ അനേക സൺഡേ സ്കൂൾ നടക്കുന്നുണ്ട്, അവിടെ അവിടെ അനേക പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട്, ദൈവമഹത്വത്തിനായി അത് ഉപയോഗപ്പെടുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ അതിനൊക്കെ ഫണ്ട് റേസ് ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെയും താൻ ഇങ്ങനെ പറയുകയാണ് മുള്ളറിനോട്. അപ്പൊ മുള്ളർ ഇത്രയും വലിയൊരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക, ഒരു അനാഥ ഇത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് കാര്യപരിപാടികളും ഒക്കെയും താൻ മുള്ളറിനോട് ചോദിക്കുമ്പോൾ, और जब डी.एल. मूडी जॉर्ज मुलर भाई को मिला, तभी डी.एल. मूडी कहने लगा कि मैंने इतना खर्च किया, इतना पैसा मैंने खर्च किया, मैंने हॉल्स खरीदा, मैंने बिल्डिंग्स बांधा, उसमें बच्चे पढ़ाई करते हैं, उसमें बच्चे संडे स्कूल में उसमें संडे स्कूल्स होता है, बच्चे पढ़ाई करते हैं, परमेश्वर का नाम बढ़ रहा है. ये सब डी.एल. मूडी जॉर्ज मुलर को पूछते समय, और जॉर्ज मुलर का भी एक ऑर्फनेज है, तो ये सब डी.एल. मूडी कह रहा है जॉर्ज मुलर को. എന്നാൽ ജോർജ് മുള്ളർ വളരെ ശാന്തമായിട്ട് താൻ പറയുകയാണ്, അവിടെ ഞാൻ ഇതൊന്നും അങ്ങനെ നടത്തുന്നതായിട്ടൊന്നും അങ്ങനെ തനിക്ക് ഭാരമുള്ള നിലയിലൊന്നും പറയാതെ അവിടെ പറയുകയാണ്, ഞാൻ ഇതൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയും പറയുമ്പോൾ ഇവിടെ डी.एल. മൂഡി അതൊക്കെ ശരി, ഓക്കെ, പ്രാർത്ഥിക്കുന്നു, എന്നാലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? കാരണം ഇത്ര വലിയ അനാഥ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇത്രയും കുട്ടികളുണ്ട്, ഇവർക്കൊക്കെ ഭക്ഷണങ്ങൾ, ഇവർക്ക് ഇതൊക്കെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയും താൻ ചോദിക്കുകയാണ്. പക്ഷെ പിന്നെയും താൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും ചോദിക്കും, പ്രാർത്ഥിക്കുന്ന ഓക്കെ, എന്നാലും ഇതൊക്കെ എങ്ങനെ നടന്നു? डी.एल. മൂഡിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു വ്യക്തി പ്രാർത്ഥനയിലൂടെ ഈ ഒരു വലിയ ഈ ഒരു സ്ഥാപനത്തെ നടത്തുന്നത്. और जॉर्ज मुलर करके व्यक्ति, उसके पास खुद का बड़ा एक ऑर्फनेज है, और डी.एल. मूडी जानना चाहता है कि तू जॉर्ज मुलर भाई कैसा ये बच्चों को संभालता है, कैसा उनका खाने पीने का देखता है, कैसा उनको इतना संभालने का मौका मिल रहा है. तो जॉर्ज मुलर कहता है कि मैं परमेश्वर से प्रार्थना करता हूँ और परमेश्वर हमारा सारा आवश्यकताओं को देखता है. फिर भी डी.एल. मूडी को समझ नहीं आ रहा है कि ठीक है, प्रार्थना तो करते हो आप, पर ये बच्चों को इतना सारा कैसा बढ़ा रहे हो, कैसा उनको खाना पीने का कैसा इतना इंतजाम हो रहा है तुम लोग का, तो डी.एल. मूडी को समझ में नहीं आ रहा है.
അപ്പൊ മുള്ളർ DL മൂഡിയോട് പറയുന്ന ഒരു വാചകമാണ് എന്നെ പിന്നെയും സ്പർശിച്ചത്. और जॉर्ज मुलर ने DL मूडी को एक चीज बोला, वो मेरे को बहुत आनंद दिया. മുള്ളർ പറഞ്ഞു, സഹോദര, താങ്കൾ പറഞ്ഞത് ഇത്രയും നേരം ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ദൈവത്തിന് വേണ്ടി എത്രയൊക്കെ ഓടി, ദൈവത്തിന് വേണ്ടി എത്രമാത്രം ചെലവായി എന്നൊക്കെയുമാണ് താങ്കൾ ഇത്രയും നേരം പറഞ്ഞത്. जॉर्ज मुलर कहता है कि DL मूडी भाई, आपने तो मेरे से कहा कि आप कितना परमेश्वर के लिए भागे, कितना परमेश्वर के लिए खर्च किए, परमेश्वर के लिए कितना आपने कार्य किया, ये सब आपने मुझसे कहा. എന്നാൽ ഞാൻ ഈ സ്ഥാപനം എങ്ങനെ നടത്തുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇത്രയും പറയാൻ അറിയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം നിന്നുകൊടുത്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. और कहा है कि आप मुझसे पूछते समय मेरा कैसा ऑर्फनेज चलता है, मैं सिर्फ एक ही कार्य कह सकता हूँ कि प्रार्थना के द्वारा और कुछ नहीं. और कैसा हम परमेश्वर के लिए हम खड़े हैं, परमेश्वर को परमेश्वर खुद उपयोग करने के लिए हम परमेश्वर को कैसे नम्र हो रहे हैं परमेश्वर के सामने, ये ऐसा स्टैंडिंग है, होना चाहिए. ഇത് വളരെയധികം DL മൂഡിയെ വളരെയധികം മാറ്റി. കാരണം താൻ ഇത്രയും നാളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ചിന്തിച്ചു, ദൈവത്തിന് വേണ്ടി ഓടി നടന്നു. എന്നാൽ ദൈവം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി എത്രമാത്രം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കിയില്ല. എന്നാൽ DL മുള്ളറിനെ കണ്ടതിന് ശേഷം താൻ ചിക്കാഗോയിൽ വരുമ്പോഴാണ് തന്റെ സ്ഥാപനങ്ങളൊക്കെയും കത്തിയെരിയുന്നത് താൻ കാണുന്നത്. और जब ये DL मूडी ने सुना तो DL मूडी के हृदय में बहुत आनंद हुआ, उनको बहुत स्पर्श किया, क्योंकि इतने वर्षों से DL मूडी परमेश्वर के लिए कार्य किया, परमेश्वर के पीछे भागा, परमेश्वर का सेवा करने के लिए बहुत कष्ट किया. पर उसने जब मुलर का बात सुना तो उसको समझ में आया कि मैं कितने बार परमेश्वर के सामने परमेश्वर को उपयोग होने वाला एक पात्र मैं खुद बना. ये DL मूडी को समझ में आया. और ये जब DL मूडी ये समझकर वापस चिकागो में आते वक्त उसका सारा प्रॉपर्टी जल गया, वो देख रहा है. അതാ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അംഗീകരിക്കപ്പെടുന്നു എന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നന്മ കൊണ്ടല്ല. നമ്മൾ നല്ലതായി ആത്മീക ജീവിതത്തിൽ നടക്കുന്നു, നമ്മൾ ദൈവകാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നു, നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതിലൊന്നും അല്ല നമ്മളുടെ അംഗീകാരം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നടന്നതിന്റെ ഏക അടിസ്ഥാനം മാത്രം. और भाई बहनों, जब हम इस संसार में चाल चलन करते हैं, तब हम परमेश्वर ने हमें कैसा स्वीकारा है, ये हमारा चाल चलन के द्वारा नहीं, हमारा प्रार्थना के द्वारा नहीं, हमारा बाइबल पढ़ने के द्वारा नहीं, पर यीशु मसीह इस जगत पर कैसे जिया, उसके अडिस्थान, उसके नींव पर परमेश्वर हमें स्वीकार रहा है. എഫേസ്യ ലേഖനം നമ്മൾ അതിന്റെ ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ एफिसियों 1 में हम पढ़ते हैं, पहला अध्याय में അതിന്റെ 5ഉം 6ഉം നമ്മളൊന്ന് വായിച്ചാൽ 1 का 5 और 6 വായിക്കാമോ? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ നമ്മളെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു എന്നുള്ള കാര്യം നമ്മളിവിടെ വായിച്ചു. हमें प्रेम में नियुक्त किया करके वो वचन में लिखा है, पहले से नियुक्त किया. യെസ്, ഇവിടെ നമ്മൾ പ്രത്യേക ആ ഒരു ശബ്ദമാണ്, ആ ഒരു വാക്കാണ് നമ്മളെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളെ അവനിൽ പ്രിയനായവനിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. उस प्यारे में सेंध में दिया. നമ്മളെ ഇവിടെ നമ്മൾ അക്സെപ്റ്റഡ് ആയത്, നമ്മള് ഇവിടെ ഡാർബി പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്നെ ദൈവം മാർക്ക് ചെയ്തു സമയത്തിനൊക്കെ മുന്നേ.
കാരണം എന്നെ ദൈവം ഈ പ്രിയനായവനിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ മാർക്ക് ചെയ്തു മാറ്റി എന്ന ആ ഭാഷാന്തരം അവിടെ വന്നിരിക്കും. और डार्बी इंग्लिश में लिखा है कि परमेश्वर ने मुझे मार्क किया, परमेश्वर ने मुझे चुना कि मैं ये मसीह में स्वीकारा जाऊं, ये प्रिय में स्वीकारा जाऊं, प्यारे में स्वीकारा जाऊं. യെസ്, കാരണം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പിതാവിന് ഭയങ്കര പ്രസാദമായി ജീവിച്ചൊരു വ്യക്തി. और सिर्फ यीशु मसीह इस जगत पर जब जिया, सिर्फ यीशु मसीह ने ही पिता को प्रसन्न करवाया है. वो एक ही व्यक्ति है जिसने पिता का हृदय को प्रसन्न करवाया. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ये मेरा प्रिय पुत्र है, इसमें मैं प्रसादित हूँ, ये परमेश्वर कहता है. ഈ ഒരു വാക്ക് ഞാൻ അബ്രഹാമിന്റെ കാര്യത്തിലോ മോശയുടെ കാര്യത്തിലോ അനേക ദൈവദാസന്മാരുടെ കാര്യങ്ങളിലൊന്നും ഇങ്ങനെ സ്വർഗം തുറക്കുകയും ഇവൻ എന്റെ പ്രിയനാണ് എന്നൊന്നും ഞാൻ കണ്ടില്ല. ये बात मैं इब्राहिम के विषय में, मूसा के विषय में और कोई भी भविष्यवक्ताओं के विषय में मैं नहीं देखता हूँ जहाँ स्वर्ग खुला और पिता बोल रहे कि ये मेरा प्रिय पुत्र, इसमें मैं प्रसादित हूँ. പക്ഷെങ്കിൽ ഇവിടെ ആ ഒരു രംഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും ഒക്കെ അവിടെ കൊണ്ടുപോകുമ്പോൾ ആ മലയിൽ വെച്ച് മലയിൽ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ അവിടെ വലിയൊരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. കാരണം ഇവന് ചെവി കൊടുക്കണം, ഈ വ്യക്തി വളരെയധികം പ്രത്യേകത നിറഞ്ഞവനാണെന്ന് അവിടെ പിതാവ് കാണിക്കുകയാണ്. और जब योना याकूब और पतरस को वो पहाड़ पर लेकर गया तो परमेश्वर इन सब रहते समय भी परमेश्वर बोल रहा है कि ये है मेरा प्रिय पुत्र, इसमें मैं प्रसादित हूँ, इसको सुनो. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും ദൈവം നമ്മളെ സ്വീകരിക്കുന്നില്ല. हम इस संसार पर जीते समय हमने कुछ अच्छा किया है, हमने कुछ प्रार्थना किया, हमने वचन पढ़ा, इसके नींव पर परमेश्वर हमें स्वीकार नहीं है. നമ്മൾ സ്വീകരിക്കപ്പെട്ടത് കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവ് അവിടെ കഷ്ടപ്പെട്ടു, കർത്താവ് രക്തം വിയർത്തു, കർത്താവ് അവിടെ കരഞ്ഞു, കർത്താവ് അവിടെ ദുഃഖം അനുഭവിച്ചു, രാത്രി മുഴുവനും തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. ഇതൊക്കെയും ഈ ഒരു പ്രവൃത്തിയാണ് പിതാവിന്റെ മുൻപിൽ എപ്പോഴും ആയിരിക്കുന്നത്. यीशु मसीह ने प्रार्थना किया, यीशु मसीह ने इस जगत, यीशु ने कष्ट उठाया और यीशु ने लहू बहाया, यीशु मेरे लिए मरा, ये सब कार्य पिता के उपस्थिति में हमेशा रहता है. ये इस नींव पर मेरे को स्वीकारा है पिता. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എത്ര സമയം നമ്മൾ ഇതിനു വേർതിരിക്കുന്നു. और इस कार्य में हम कितना समय हम बिताते इस चिंता में, इस विषय में. സഹോദരന്മാരെ, നമ്മൾ ആരെങ്കിലും പറയുക എനിക്ക് 24 മണിക്കൂർ പോരാ, എനിക്ക് അത്ര സമയം തികയുന്നില്ല എന്റെ കാര്യങ്ങളൊന്ന് ചെയ്യുവാനൊക്കെ പറയുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ കള്ളം പറയുക. और कोई भाई बोल रहे कि मेरे को 24 घंटा कम पड़ता है मेरा कार्य करने के लिए संसार में, अगर कोई बोल रहा है तो वो भाई झूठ बोल रहा है. കാരണം ആ സഹോദരൻ ഈ കാര്യം വിട്ട് പല എല്ലാ കാര്യങ്ങളും 24 മണിക്കൂറിനകത്ത് ചെയ്യും. क्योंकि इस विषय को छोड़कर बाकी सब विषय वो इस संसार में कर रहा है. वो समय में സമയം ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ സമയം എടുക്കും. अगर समय नहीं है कुछ करने को, फिर भी खाने को समय तो है. സമയം ഒട്ടും ഇല്ലെങ്കിലും നമ്മൾ ഉറങ്ങാൻ സമയം എടുക്കും. समय थोड़ा भी नहीं है तो भी हम सोने के लिए समय लेते हैं. കാരണം അതൊക്കെയും നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. क्योंकि हम जानते हैं कि खाना और सोना ये सब हमारे जीवन के लिए एकदम बहुमूल्य, एकदम नेसेसरी है, हम जानते हैं. എന്നാൽ നമ്മൾ എത്രമാത്രം ഈ കാര്യം നമ്മൾ ബഹുമൂല്യമായിട്ട് വിലയേറിയതായിട്ട് കാണാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാത്തത്. हम पर इस विषय में क्यों परमेश्वर की उपस्थिति में समय नहीं बिताते, क्योंकि हम इसको बहुमूल्य नहीं समझते, इसीलिए. കാരണം ഏതൊരു വിഷയത്തിനാണോ നമ്മൾ ഭയങ്കരമായിട്ട് വില കൊടുക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയം കൊടുക്കും.
क्योंकि हम किस चीज को, हम इस संसार में किसी चीज को भी हम बहुमूल्य समझेंगे तो उस चीज के लिए हम समय अलग करते ही है। കർത്താവ് തന്റെ 33 കൊല്ലത്തെ ജീവിതവും ഈ ലോകത്തിൽ ജീവിച്ചത് ഫുൾ തികച്ചും നമ്മളെ ഓർത്തുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ. यीशु मसीह का पूरा जीवन इस जगत पर वो जिया, वो सिर्फ हमारे लिए था, वो सिर्फ परमेश्वर के लिए था। കാരണം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒക്കെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കാറുണ്ട്. കാരണം അവിടെ പറയുന്നത് ഇവരും ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ഇവരായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. यूहन्ना 17 में मैं जब पढ़ता हूँ तो मैं बहुत आनंदित होता हूँ, क्योंकि यीशु प्रार्थना कर रहा है कि मैं जहाँ हूँ वे भी वही रहेंगे। കാരണം കർത്താവിന്റെ ആഗ്രഹം മുഴുവനും എന്റെ കൂടെ ഇവരായിരിക്കണം എന്നതായിരുന്നു. क्योंकि परमेश्वर का हमेशा आग्रह यही है कि हम उसके साथ रहे। കാരണം നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കിയാൽ, നമ്മൾ ഒരു കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മൾ ഇനി എത്ര വർഷം നീണ്ടു പോയാലും നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ബലഹീനരാണ്. നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ ഈ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. अगर यीशु मसीह का आगमन को देरी हुआ तो हम दिन भर दिन हम क्या कर रहे हैं, हम दिन भर दिन कमजोर होते जा रहे हैं, क्योंकि मनुष्य यही है, दिन भर दिन कमजोर होते जाता है। ആ മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല. താൻ ദിവസം കഴിയുന്തോറും തന്റെ ഈ ശരീരത്തിലെ കോശങ്ങളൊക്കെയും അത് മാറുന്നു, അത് ക്ഷയിക്കുന്നു ഒക്കെയും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. और मनुष्य ये नहीं समझता है कि दिन भर दिन जाते समय हमारा जो भी शरीर है वो दिन भर दिन कमजोर होते जा रहा है, दिन भर दिन बूढ़ा होते जा रहा है। എന്നാൽ നമ്മൾ യഥാർത്ഥമായ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്ന് ഇനി നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാപം ചൂണ്ടിക്കാണിച്ച് നമ്മളെ വിധിക്കുകയോ നമ്മളെ കാണുകയോ ചെയ്യുന്നില്ല. കാരണം പിതാവായ ദൈവം ഇനി നമ്മളെ ഒരിക്കലും ഒറ്റപ്പെട്ട് കാണുന്നില്ല. പിതാവായ ദൈവം എപ്പോഴും നമ്മളെ പുത്രനിൽ കാണുന്നത് കൊണ്ട് നമ്മൾ ആ നിലയിലാണ് അക്സെപ്റ്റഡ് ആയത്. हमें जानना है हमारा जो नींव, हम सही नींव पे खड़े हुए, हम जाने कि हम परमेश्वर हमें स्वीकारा है मसीह में। हम ये जाने तो कभी भी हमारा पाप को हम परमेश्वर हमारे ऊपर न्याय नहीं करेगा, क्योंकि हमें परमेश्वर अलग देखता नहीं। हम जब भी परमेश्वर अपना नजर से हमें देखेगा वो मसीह को देखता है। അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇത്ര മാത്രമായിരിക്കണം: എന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം അംഗീകരിച്ചു. हम दिन भर दिन जीते समय हमें ये समझना है कि हमें पिता ने मसीह में हमें स्वीकारा है। വേറൊരു സഹോദരൻ നന്നായി ജീവിച്ചു എന്നതൊക്കെയും നമ്മൾക്ക് പ്രചോദനം തരുന്നുവെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭയാനകമായ ആ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കുമ്പിട്ട് നമസ്കരിച്ച്, കർത്താവെ നീ എന്നെ സ്നേഹിച്ചല്ലോ എന്നൊക്കെയും നമ്മൾ ചിന്തിക്കും. हम दूसरा भाई बहनों का जीवन, बड़ा जीवन को देखकर हम आनंदित होते समय में भी हमें यीशु मसीह का जो हमें हमारे ऊपर जितना प्रेम दिखाया है, ये सब हम जानते समय हम गिरकर परमेश्वर का आराधना करेंगे, गिरकर परमेश्वर को धन्यवाद करेंगे। നമ്മൾ എത്ര പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു? हम में से कितने जन आज सुबह उठकर परमेश्वर की उपस्थिति में ये मनन किया कि परमेश्वर ने मेरे से बहुत प्रेम किया? कितने जन? ഞാനിതൊക്കെ പറയുമ്പോഴും ഞാനിതൊക്കെ ചിന്തിച്ചത് കൊണ്ട് ഞാനിങ്ങനെ പറയുന്നേ. ये मैं बोलते समय में भी ये सब मैंने सोचा है, ये सब मैं मनन किया, इसलिए मैं ये सब बोल रहा हूँ। അല്ലാതെ ഞാൻ ആരോടും ചോദ്യം ചെയ്യുകയല്ല. ये मैं किसी को सवाल नहीं उठा रहा हूँ। നമ്മൾ എത്രമാത്രം നമ്മൾ കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ള ആഴമായ ബോധം നമ്മൾക്ക് എത്രമാത്രം ആഴത്തിൽ അത് ഇറങ്ങി, അത് നമ്മൾ എത്രമാത്രം മനസ്സിലാക്കി. क्योंकि परमेश्वर ने हम पर कितना प्रेम किया, ये हम कितना समझे, कितना गहराई में समझे, ये बात समझे हम। എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഞാൻ എടുക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട് നിങ്ങൾ കർത്താവിനെ ശരിക്കും പഠിച്ചിട്ടില്ല. और एफिसियों 4 में लिखा है कि
तुमने मसीह को नहीं जाना है, नहीं नहीं जाना। അതിന്റെ മുമ്പിലത്തെ വാക്യം വളരെ പരിതാപകരമായ വാക്യങ്ങളാ. കാരണം അവിടെ പറയുന്നത് നമ്മുടെ ഡിസ്പൊസിഷനാ, നമ്മൾ ഏതൊക്കെ നിലയിൽ നമ്മൾ വീണവരാണ്, നമ്മൾക്ക് എഴുന്നേൽക്കുവാനൊന്നും കഴിയുന്നില്ല, നമ്മൾ ഇത്രമാത്രം വീണിട്ടും നമ്മൾ കർത്താവിന്റെ നമ്മുടെ ഗ്രീഡിനെസ്, നമ്മുടെ വളരെയധികം ഈ ശരീരത്തിന്റെ അഭിലാഷകൾ നിവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഗ്രീഡി ആയിക്കൊണ്ട് ഓരോ ദിവസവും ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോസ്തലൻ വരുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. वो वाक्य से पहले हम जब भी पढ़े तो हम कितने बुरे हैं, हम कितने लालच से भरे हैं, हम हमारे शरीर के मोह अभिलाषा से चलने वाले लोगों को ये सब बातें बताने के बाद पौलुस कह रहा है कि तुम मसीह को नहीं जाने हो. യെസ്, നമ്മൾ കർത്താവിനെ അറിയാൻ വേർതിരിച്ചപ്പെട്ടവരാണ് സഹോദരൻ. हम ये मसीह को जानने के लिए, मसीह को सीखने के लिए बुलाए गए हैं. അതുകൊണ്ട് പൗലോസ് പറയുക, ഈ കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ കണ്ടപ്പോൾ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ചപ്പും ചവറും എണ്ണി. ये हाँ, पौलुस कह रहा है, मैं जब ये परमेश्वर का ज्ञान का बड़ापन देखा तो मेरा जो ज्ञान है, मेरा जो अच्छी बात है, मैं सब कूड़ा कचरा समझा. ഇങ്ങനെ നമ്മൾ നമ്മുടെ സമയം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ വൈസ് ആകുമെന്ന അവിടെ എഴുതിയിരിക്കുന്ന 5-ാം അധ്യായം, എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ ആ വാക്യം കൂടെ വായിച്ചിട്ട് അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, और एफेसिया 5 का 17 हम पढ़कर अंत करेंगे. उस पर लिखा है, हम ज्ञानी बन जाएंगे परमेश्वर के सामने. Therefore be not unwise, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകാതെ നിങ്ങൾ കർത്താവിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടമെന്ന് നിങ്ങൾ പരിജ്ഞാനത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. इस कारण निर्बुद्धि ना हो, पर ध्यान से समझो कि प्रभु की इच्छा क्या है. കാരണം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ സ്വീകരിച്ചു എന്നുള്ള ഒരു ബേസിസിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നിന്നെ കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്. और हम जब ये समझेंगे कि हमें पिता ने मसीह में स्वीकारा है, इस नींव पर हम खड़े होके हम प्रभु के सामने आएंगे, तो हमें प्रभु बताएगा कि प्रभु की इच्छा क्या है, हमें समझाएगा. आमीन. आमीन. പ്രാർത്ഥിക്കാം.